കേരളത്തിൽ വ്യവസായം മുഴുവൻ കൊണ്ടുവന്നത് പുണ്യാളം മുഖ്യമന്ത്രിയാണ്, കുഞ്ഞാപ്പയാണെന്നൊക്കെ രാവിലെ നിരന്ന് നിന്ന് കോൺഗ്രസ്സുകാർ ഒരു ഉളുപ്പുമില്ലാതെ ഡയലോഗ് അടിച്ച് തള്ളുന്നുണ്ട്. രാജീവ് കൊണ്ടുവന്നതല്ല, ഈ കാണുന്ന മാറ്റത്തിനെല്ലാം UDF ആണ് കാരണം. ഞങ്ങളുടെ അവസാനത്തെ മുഖ്യമന്ത്രിയായ പുണ്യാളം മുഖ്യമന്ത്രി ചെയ്ത പ്രവർത്തനമാണ് ഇതിനെല്ലാം അവസരമൊരുക്കിയതെന്ന് ഞങ്ങൾ തന്നെ സ്പോൺസർ ചെയ്ത മാധ്യമങ്ങളുടെ കോലുകൾക്ക് മുന്നിൽ തട്ടിവിടുകയാണ്. കേരളത്തിലെ ഏറ്റവും അധികം മാറ്റത്തിന് ശ്രമിച്ചത് ആൻ്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്താണ്, വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുടെ കാലത്താണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തട്ടിവിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഒരു ആപ്പായിട്ട് പഴയൊരു പ്രതികരണം പൊങ്ങി വന്നിരിക്കുന്നത്. ഇപ്പോൾ 2016 വരെ അടിച്ച പല ഡയലോഗുകളും തിരിഞ്ഞു കുത്തുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ഡയലോഗ് അന്നത്തെ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന മറ്റൊരു ജീവിച്ചിരിക്കുന്ന പുണ്യാളൻ അന്തോണിച്ചൻ, അദ്ദേഹം മുമ്പ് ഈ 2016 കാലഘട്ടത്തിൽ, നിലവിൽ ജീവിച്ചിരിക്കാത്ത പുണ്യാളം മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ അദ്ദേഹം വഹിച്ചിരുന്ന പ്രതിരോധ വകുപ്പിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. കേട്ടാൽ മിക്കവാറും കോൺഗ്രസ്സുകാർക്ക് ഹാർട്ട് അറ്റാക്ക് ഉറപ്പാണ്. അതായത് VSൻ്റെ കാലഘട്ടത്തിൽ കിട്ടിയ പിന്തുണ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ എനിക്ക് ധൈര്യം പോരാ എന്ന് മൈക്ക് കെട്ടിവെച്ച് അനൗൺസ് ചെയ്ത ആ അന്തോണിച്ചനെ നിങ്ങളൊന്ന് കേൾക്കണം. ഈ നാടത് കേട്ടേ മതിയാകും. ഞാനൊരു കാര്യം പറയുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ തിരിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ വിദ്യാർത്ഥി രംഗം മുതൽ അടുത്ത സുഹൃത്തുക്കളാണ്. വ്യവസായ മന്ത്രി ഞാൻ ഒരുമിച്ച് പല പ്രാവശ്യം മന്ത്രിസഭയിൽ വന്നിട്ട് അടുത്ത ഒരു രാഷ്ട്രീയ സുഹൃത്താണ് അദ്ദേഹം. തൊഴിലാമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് മുതൽ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്, ശിവകുമാറും എല്ലാം. ഇപ്പം ഞാൻ പഴയതിനെ കുറിച്ചെന്തെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് അത്രയും പിടിപ്പില്ല എന്നുള്ള അവസരമല്ല. പക്ഷേ കേന്ദ്രം UPA ഭരിക്കുകയും കേരളം ഇടതുപക്ഷം ഭരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ പോലും ഞങ്ങൾ 2007 മുതൽ 2011 വരെ കലവറയില്ലാതെ പ്രതിരോധ വകുപ്പിന്റെ സ്ഥാപനങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അന്നത്തെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് പൂർണ്ണമായ സഹകരണം കിട്ടി. ഷിയാബ് കരീമിന്റെ ഭാഗത്തുണ്ടായ സഹായത്തിന് നന്ദി പറയാൻ വലിയ ഭാഷാ പഠനമില്ലാത്ത എന്റെ നിഘണ്ടുവിൽ വാക്കുകളില്ല. എന്റെ കയ്യിലുള്ള എല്ലാം നല്ല വാക്കുപയോഗിച്ച് നിൽക്കുകയാണ്. ഞാനവിടെ തീരുമാനങ്ങൾ എടുക്കുക മാത്രമേ ഉള്ളൂ. നടത്തിപ്പ് മുഴുവൻ കേരള ഗവൺമെന്റും വ്യവസായ വകുപ്പും കരീമും ഒക്കെയായിരുന്നു. VS അച്യുതാനന്ദനും എന്നെ കാര്യമായി സഹായിച്ചു. അതുകൊണ്ടാണ് 6 സ്ഥാപനങ്ങളോട് കൊണ്ടുവന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാൻ തുറന്നു പറയുകയാണ്, എനിക്കെന്തോ ഒരു ധൈര്യം ചോർന്നു പോയിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ഒരു 2 വർഷമായി കേരളത്തിലേക്ക് പുതിയൊരു സ്ഥാപനം കൊണ്ടുവരാൻ ഒരു ഗ്രഹപാഠവും ചെയ്യുന്നില്ല, കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവരാനുള്ള ധൈര്യം എനിക്ക് കുറഞ്ഞു. കാരണം എന്റെ കയ്യിലുള്ള സ്ഥാപനങ്ങളെല്ലാം പ്രതിരോധ വകുപ്പിന്റെ സ്ഥാപനങ്ങളാണ്. മറ്റു വ്യവസായം നടത്തുന്ന ശൈലിയിൽ ഈ സ്ഥാപനങ്ങൾ നടത്താൻ പറ്റില്ല, അനുവദിക്കില്ല. പക്ഷേ പ്രതിരോധ വകുപ്പിന്റെ ശൈലി കേരളത്തിലെ വ്യവസായ രംഗത്തിൽ ഇപ്പോഴും പൊരുത്തപ്പെടുന്നില്ല. രണ്ടും തമ്മിൽ ഇപ്പോഴും ഓരോ മൂല്യമായിട്ട് നിൽക്കുകയാണ്. ആരുടെ കുറ്റമാണെന്ന് എനിക്കറിയത്തില്ല. എന്റെ കുറ്റമാണോ, മറ്റുള്ളവരുടെ കുറ്റമാണോ, തെറ്റിദ്ധരിക്കുന്ന കുറ്റമാണോ, ഏതായാലും ആ ശൈലി രണ്ടും പൊരുത്തപ്പെടുന്നില്ല. പക്ഷെ ഞാൻ വിചാരിച്ചാൽ ആ ശൈലി മാറ്റാനും പറ്റത്തില്ല. ഞാനൊരു താൽക്കാലിക പ്രതിരോധ സ്ഥിരം ഉദ്യോഗസ്ഥനല്ല. ജനാധിപത്യത്തിൽ ആർക്കും മന്ത്രി കസേര കുത്തകയല്ല, രാജവാഴ്ച മാത്രമേ ഉള്ളൂ. ഇന്നൊരാൾ നാളെ വേറൊരാൾ വിട്ടു. ഇതൊക്കെയാണ് ഒരു കാലത്ത് കേരളത്തിൻ്റെ അവസ്ഥ. കേന്ദ്രത്തിലും നമ്മൾ, കേരളത്തിലും നമ്മൾ. ഒരു ചുക്കും നടന്നില്ല. അന്ന് ദേശീയപാത 45 മീറ്ററാക്കാൻ സുവർണ അവസരമുണ്ടായിരുന്നു. 8ഓളം മന്ത്രിമാരാണ് കേന്ദ്രത്തിലുണ്ടായിരുന്നത്. അതുപോലെ സംസ്ഥാനത്ത് 21 മന്ത്രിമാർ. 2ഇടത്തും കൂടി 30ഓളം മന്ത്രിമാരുണ്ടായിട്ട് ഒരു ചുക്കും നടക്കാത്തിടത്താണ് ഇന്നിപ്പോൾ ഈ നാട്ടിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങളെല്ലാം കണ്ടിട്ട് ഇത് ഞങ്ങൾ കൊണ്ടുവന്നതാണെന്ന് ഉളുപ്പില്ലാതെ പറയുന്നത്. അവരുടെ തന്നെ കാലഘട്ടത്തിലെ പ്രമുഖ പുണ്യാളനായിട്ടുള്ള
കേന്ദ്രമന്ത്രി, അതും പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്ത ആൻ്റണി പറയുകയാണ്, ഈ നാട്ടിൽ ഒന്നും കൊണ്ടുവരാൻ എനിക്ക് ധൈര്യമില്ല, കാര്യം കൊണ്ടുവരികയാണെങ്കിൽ ആ ഫണ്ട് മുഴുവൻ അപ്പോൾ വെട്ടിക്കൊണ്ട് പോകും. ആ വെട്ടിക്കൊണ്ട് പോകുന്നത് ഭയന്ന് ഞാൻ ഒന്നും ഈ നാട്ടിൽ കൊണ്ടുവന്നില്ല, അവസാനം എൻ്റെ പേരിൽ കൂടി ആ അഴിമതി ആരോപണം വരുമെന്ന് പേടിച്ച്, അല്ലെങ്കിൽ അത് ആലോചിക്കുമ്പോൾ ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടേക്ക് ഒന്നും കൊണ്ടുവന്നില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞ ഈ പ്രതികരണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നുണ്ട്? അന്ന് വല്ല മണ്ണാങ്കട്ടയും ചെയ്തു എന്നൊക്കെ ഇവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് വായ്ത്താരി എന്നതിനപ്പുറം ഒരു ചുക്കുമല്ല എന്ന് ആൻ്റണിയുടെ ഈ പ്രതികരണം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നേരത്തെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് പുണ്യാളം മുഖ്യമന്ത്രി ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഏഷ്യാനെറ്റിലിരുന്ന് TN പ്രതാപൻ വിനു വി ജോണിനോട് മനസ്സ് തുറന്ന ആ വീഡിയോ പുറത്തു വന്നപ്പോൾ തള്ളിക്കൊണ്ടിരുന്നത് മുഴുവൻ തള്ളലിനപ്പുറം ഒരു ചുക്കുമല്ല എന്ന് നാടിന് ബോധ്യപ്പെട്ടത്. അതുപോലെ ഇപ്പോൾ വ്യവസായ മേഖലയിലുണ്ടായ കുതിച്ചു ചാട്ടത്തിന് കാരണം കുഞ്ഞാപ്പയും പുണ്യാളൻ മുഖ്യമന്ത്രിയാണെന്ന് സമർത്ഥിക്കുന്നതിനിടയിലാണ് ആ ഡയലോഗുകളെല്ലാം ബൂമറാങ്ങായിട്ട് തിരിച്ച് ആസനത്തിൽ വന്ന് പതിക്കുന്ന രീതിയിൽ ആൻ്റണിയുടെ ഈ പുതിയ പ്രതികരണം പുറത്തേക്ക് വരുമ്പോൾ സംഭവിച്ചിരിക്കുന്നത്.